ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ പക്കോട തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം അളവിൽ കോളിഫ്ലവർ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്, ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തൊന്ന് സോഫ്റ്റായിട്ട് വരണം, ആ ഒരു രീതിയിൽ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കോളിഫ്ലവർ പക്കോടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഗാർലിക് ചട്നിയുടെ റെസിപ്പി കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഇതൊരു ജാർഖണ്ഡ് സ്പെഷ്യലായിട്ടുള്ള വിഭവമാണ് കേട്ടോ, ഗോബി കച്ചരി എന്നൊക്കെ പറയും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ കാശ്മീരി ഉണക്കമുളക് എടുക്കാം. ഇതിപ്പോൾ ബേഡ്ഗി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവും ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും. അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ഗാർലിക് ചട്നി അല്ലേ, പച്ചയ്ക്ക് തയ്യാറാക്കുന്ന ഒരു ഗാർലിക് ചട്നി ഉണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനോട് കൂടിയ മല്ലി. പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാം കേട്ടോ. അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വരണ വരെ അങ്ങനെ വേവിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു കോളിഫ്ലവർ മാത്രം ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇതിന് നമുക്ക് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും 2 പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി ക്രഷ് ചെയ്തത് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട, കൈ എരിയും എന്നൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പച്ചമുളക് അവസാനം ചേർത്താൽ മതിയാവുണ്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെയാണ് ചെയ്യണത്. പക്ഷേ മുഴുവനായിട്ട് അങ്ങോട്ട് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ കെടുക്കണം കേട്ടോ ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം കടലമാവാണ്. അപ്പോൾ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടലമാവ് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. കടലമാവ് ഒരുപാട് അളവിൽ വേണ്ട. അപ്പോൾ ആ ഒരു കടലമാവിൻ്റെ ഫ്ലേവർ തന്നെയായിരിക്കും മുന്നിട്ടിട്ട് വരിക. അപ്പോൾ അതൊരു അത്ര നല്ല ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ചേർക്കുന്നത് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത സാധാരണ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി, അല്ലെങ്കിൽ സാധാരണ അരിപ്പൊടി കേട്ടോ, പുട്ടിൻ്റെ പൊടിയല്ല ഉദ്ദേശിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കോളിഫ്ലവറിലുള്ള വാട്ടർ കണ്ടൻറ്റും അതുപോലെ ആ ഒരു സവോളയിലേക്കുള്ള ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ സവോളയിൽ നിന്നൊക്കെ പുറത്തോട്ട് വരും കേട്ടോ. അപ്പോൾ സവോളയൊക്കെ ആവശ്യത്തിന് വേണം, എന്നാലാണ് ടേസ്റ്റ് ആയിട്ട് വരിക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ഒരു 3/4 ടീസ്പൂണും, അതുപോലെ ആംചൂർ പൗഡറാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്, അതായത് ഡ്രൈ മാംഗോ പൗഡർ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവും ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരണം. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു പക്കോടയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഗാർലിക് ചട്നി ആണെങ്കിലും നല്ല സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് കാശ്മീരി ഉണക്കമുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ,
അതിപ്പോഴേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു സവാള ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ കാശ്മീരി ഉണക്കമുളകും അതുപോലെ വെളുത്തുള്ളി മുഴുവനോട് കൂടിയ മല്ലി അതും കൂടെ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ഒരു മല്ലി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ വെളുത്ത എള്ള് 1 ടീസ്പൂൺ അളവിൽ, അതുപോലെ പകുതി നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് വരിക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോടുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ മതി, വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ടുള്ളൊരു ചട്നി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ്. ഇതുപോലുള്ള പക്കോടകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു ഗാർലിക് ചട്നി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കുത്തോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു പക്കോടയുടെ കൂടെ നല്ല അടിപൊളി തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പക്കോട ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ചെറുതായിട്ട് തന്നെ എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ഉരുട്ടിയൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കൈയൊന്ന് നനച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കായിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ പക്കോട എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ഫ്രൈ ചെയ്ത് എടുക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ പക്കോട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കുക, ഒരുപാട് അങ്ങോട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ 2 ഭാഗവും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരിക. ഇതിപ്പോൾ എല്ലാം കുക്കായതാണ്, ആ ഒരു കടലമാവൊന്ന് കുക്കാവേണ്ട അത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് അങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു മണോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല മഴയൊക്കെയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പക്കോടയാട്ടോ. ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയുള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചട്നി അങ്ങനത്തെ കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ ഈ ഗാർലിക് ചട്നി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ പക്കോടയിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാട്ടോ. അങ്ങനെ എണ്ണയൊന്നും അധികം അബ്സോർബൊന്നും ചെയ്യില്ല കേട്ടോ ഇത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഗോബി പക്കോട അല്ലെങ്കിൽ കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പക്കോട കഴിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഈ ഗാർലിക് ചട്നിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഗ്രീൻ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ചട്നി ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കാരണം ഗാർലിക് ചട്നി കുറച്ച് തിക്കായിട്ട് തന്നെയാണല്ലോ. അപ്പോൾ ഈ രണ്ട് ചട്നിയുടെയും കൂടെ ശരിക്കും അടിപൊളിയായിട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു അടിപൊളി എന്താ പറയുക ഗോബി പക്കോട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചട്നിയുടെ കൂടി ആകുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.